ഞാനിപ്പോ നിങ്ങൾ 10 വർഷത്തിന്റെ ഇടയിൽ 4 കെട്ടുകയും ചെയ്തു. ഈ 2 വർഷം കൂടുമ്പോൾ ഈ 4 പെണ്ണുങ്ങളെ നിങ്ങൾ ഗർഭിണിയാക്കുകയും ചെയ്തതാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ 20 കുട്ടികളെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ പരാതി ഞങ്ങൾ പെറാത്തോണ്ടാണ് നിങ്ങൾ കുട്ടികൾ കൂടുതൽ ഉണ്ടാക്കണേന്ന്. അതെങ്ങനെ ശരിയാവും? അതല്ല ഹരിപ്പ, എന്റെ പോയിന്റ് നമ്മൾ കൂടുതൽ 4 ഭാര്യ ഉണ്ടായി എന്ന് കരുതിക്കൊണ്ടല്ല അവിടെ പ്രശ്നം വരുന്നത്. നിങ്ങൾക്ക് 4 ഭാര്യ ഉണ്ടെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്, ഞാനാണോ പറഞ്ഞത്? അല്ല, ഞങ്ങൾ കൂടുതൽ പെണ്ണ് കെട്ടുന്നത് കൊണ്ടാണ്, മുസ്ലിങ്ങൾ കെട്ടുന്നത് കൊണ്ടാണ്. പെണ്ണുങ്ങൾ കൂടുതൽ കെട്ടുന്നതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ കൂടുതൽ പെറ്റ് കൂട്ടുന്നത് കൊണ്ടാണെന്നാ പറഞ്ഞത്. അതിന്റെ ഒരു കാരണം നിങ്ങൾ സാധാരണ പറഞ്ഞു നടക്കാറുള്ളത് ഞങ്ങൾ 4ഉം 5ഉം പെണ്ണുങ്ങൾ അല്ലെങ്കിൽ 4 പെണ്ണുങ്ങളെ വെച്ചിട്ട് ആണ് ഞങ്ങൾ മുസ്ലിങ്ങൾ ഇപ്പൊ അറബികളായിട്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട്. അതൊന്നും അല്ലല്ലോ നമ്മൾ പറയുന്നത്. നിങ്ങൾ പന്നി പെറുന്ന പോലെ പെറുന്നു, ഇതാണ് നമ്മൾ പറയുന്നത്. 4 കെട്ടുണ്ടോ ഇല്ലയൊന്നും നമ്മുടെ പ്രശ്നമൊന്നുമല്ല. 4 കെട്ടുന്നതൊന്നുമല്ല നമ്മളിവിടുത്തെ പ്രശ്നം. എന്തേ 4 കെട്ടുന്നതിനെ കുറിച്ചാണോ നമ്മൾ എവിടെയും പറയാറുള്ളത്? കൂടുതൽ പെണ്ണ് കെട്ടുന്നത് കൊണ്ടല്ല, മറിച്ച് അവർ കൂടുതൽ പ്രസവിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഫാമിലി പ്ലാനിങ് നിങ്ങൾ എടുക്കുന്നില്ല, അത് തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയണത് അതായത് ഞങ്ങളെ ഭാര്യമാരിൽ നിങ്ങൾ 10 വർഷം അതായത് ഞങ്ങളുടെ ഭാര്യമാരെ പ്രസവ നിയന്ത്രണമാക്കി വെക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമാണെന്ന്, അതല്ല നിങ്ങൾ പറഞ്ഞു തന്നെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവർക്ക് പ്രസവിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ കൂടുതൽ പ്രസവിക്കുന്നത് അവരുടെ. അതാ പറഞ്ഞേ, പ്രസവിക്കാൻ കഴിവുള്ള യന്ത്രമാണെങ്കിൽ ആ യന്ത്രം നമ്മൾ പ്രവർത്തിപ്പിക്കുന്നു, അതല്ലേ ഉദ്ദേശിച്ചത്?